ഇതാണ് നമ്മുടെ അടുത്ത ഹാള്, ജിയോസ് എന്ന് പറയും. ഇതിന് കപ്പാസിറ്റി ഓഫ് 275 ആണ് ഇൻ തിയേറ്റർ സ്റ്റൈൽ. ഇവിടെ നമ്മൾ ഒത്തിരി ഫംഗ്ഷൻസ് ചെയ്യാറുണ്ട്. ഇതിനകത്തൊരു പ്രൈവറ്റ് ഡൈനിങ് ഏരിയ അഗെയിൻ ഉണ്ട്, പുറത്തൊരു നല്ല പ്രീ ഫംഗ്ഷൻ ഏരിയ ഉണ്ട്. റിസപ്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 350-400 രൂപ വരെ ഈസി ആയിട്ട് പോകണം മൂവിംഗ് ക്രൗഡൊക്കെ ആണെങ്കിൽ. അതിനകത്ത് സെപ്പറേറ്റ് ഒരു ചെറിയൊരു മിനി ഹാൾ ഉണ്ട്, നമുക്ക് അതും വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ സൈഡിലും പ്രൈവറ്റ് ഡൈനിങ് ഉണ്ട്. ഇതിലും കുറഞ്ഞ ഹോൾസിന് സെയിം ആയിരിക്കും. ഇത് 300 and above നമുക്ക് പ്രൈവറ്റ് ഡൈനിങ് ഏരിയ അകത്ത് വരുന്നുണ്ട്. ദ പർപ്പസ് ഈസ് നോട്ട് ടു ഡിസ്റ്റർബ് ദ ഗസ്റ്റ്. ഇപ്പൊ മാഡത്തിന്റെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ വി മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് വി ഹാവ് ദ വെരി ലെസ് ഡിസ്റ്റർബൻസ്. നമ്മൾ ഫുഡ് എല്ലാം അതിനകത്തായിരിക്കും. അപ്പം നല്ല രീതിയിൽ ഫംഗ്ഷൻ നടന്നു പോകും. അല്ലെങ്കിൽ എപ്പോഴും ഈ സൗണ്ട്സ് കേൾക്കാം. അതെ അതെ, മാത്രല്ല ഈ ഒരു സ്പേസിലേക്ക് ഭക്ഷണം ഒന്നും വരുന്നുമില്ല, ഒന്നും വരില്ല. ഇപ്പൊ ഇത് കണ്ടല്ലോ നിങ്ങൾ, ഒന്നിങ്ങനെ റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അത്യാവശ്യം നമുക്ക് എല്ലാ ഫംഗ്ഷൻസും ഇവിടെ ചെയ്യാൻ പറ്റുന്നത് കണ്ടല്ലോ, സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഈ എല്ലാ ഹോൾ സൈഡിലും we have a pre-function area. ഈ സെയിം ഇത് തന്നെ മേളിലും ഉണ്ട് കേട്ടോ. അപ്പം വെൽക്കം ചെയ്യാനായിട്ട് എപ്പോഴും ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അതിനനുസരിച്ച് ഇവരുടെ ഇന്റീരിയർ ഒക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യും. ഇതാ ഞങ്ങൾ പ്രീ ഫംഗ്ഷൻ ഏരിയ എന്ന് പറയും. ജസ്റ്റ് വരുമ്പോൾ ഫസ്റ്റ് വെൽക്കം പോയിന്റ് ആണ്. കാരണം ലിഫ്റ്റ് അവിടെയാണ്. ലിഫ്റ്റ് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ വെൽക്കം ചെയ്യാൻ ആൾക്കാരുണ്ടാവും അല്ലേ? വെൽക്കം ഡ്രിങ്ക് കൊടുക്കും, എന്നിട്ടാണ് ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെ. ഓക്കെ.